നീ എന്താണ് അടിക്കാത്ത? ഏയ് എനിക്ക് വേണ്ട. ഛേ, അതെന്ത് മര്യാദയാടാ. ഇന്നൊരു നല്ല ദിവസമായിട്ട് നീ മാത്രം ഇങ്ങനെ മാറിയിരുന്ന എങ്ങനെയാ? അതല്ല ഡിറ്റോ, എനിക്ക് വേണ്ടെന്നിട്ടാ. എടാ നീയല്ലേ ഒന്ന് പറഞ്ഞു നീ കഴിക്കൂന്ന്. ആ, അത് ഓണത്തിന് അളിയൻ്റെ കൂടെ കൂടിയപ്പോൾ ഒരു അബദ്ധം പറ്റിയല്ലേ. ഞങ്ങൾ നിന്റെ അളിയന്മാരല്ലടാ. അതല്ലടാ, വേണ്ട, അത് ശരിയാവില്ല. ഓ, ഭാര്യ പേടിയാ. ഇതാ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചാലുള്ള കുഴപ്പം, ജീവിതം ആസ്വദിക്കാൻ പോലും പറ്റില്ല. എടാ നീ ഇപ്പോഴേ ഭാര്യ ഇങ്ങനെ പേടിച്ചാ നിന്റെ കാര്യം കട്ട പുകയാളിയാ. എടാ, എനിക്ക് അവളെ പേടിയൊന്നുമില്ല. അത് കാണുന്നത് ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടേ? അതിന് നിങ്ങൾ എന്തുകൊണ്ട്? അത് നിങ്ങൾക്ക് എൻ്റെ പൂജ അറിയാത്തോണ്ടാ. അവൾ എനിക്ക് എല്ലാ കാര്യത്തിലും ഫുൾ സപ്പോർട്ടാ. ഓ പിന്നെ, എന്നിട്ടാണ് ഒരു സ്മോൾ അടിക്കാൻ നിനക്ക് ഇത്ര പാട്? എന്റെ പൊന്നാദി, ജീവിതം ഒരിക്കലേ ഉള്ളൂ, അത് ആസ്വദിച്ച് തന്നെ തീർക്കണം. ഓ, നിനക്ക് വയ്യെങ്കിൽ നീ പറ, ഞങ്ങൾ നിന്റെ വൈഫിനെ വിളിച്ച് പെർമിഷൻ വാങ്ങാം. ആ വേണ്ട. ഒന്നുകൂടെ ഒഴിക്കും. എടാ അത് വേണോ? ഡാ, ഒഴിക്കാൻ പറഞ്ഞാൽ ഒഴിക്കണം. ഒഴിച്ചോട് ഒഴിച്ചോട്. ഡാ, നിങ്ങളെന്താ പറഞ്ഞേ? എനിക്കെൻ്റെ ഭാര്യ പേടിയാണെന്നോ? ഡാ കൊച്ചു പിള്ളേരെ, നിനക്കൊന്നും ജീവിതം അറിയത്തില്ല. ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ആഴം അറിയത്തില്ല. എടാ, അത് വലിയൊരു അഡ്ജസ്റ്റ്മെൻറ്റാണ്, എസ്പെഷ്യലി ഇൻ മൈ ലൈഫ്. എൻ്റെ പൂജ ഞാൻ പറയണതിനപ്പുറം പോകത്തില്ല. അവൾക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, വിശ്വാസം. അളിയ, ഇവന് കൊടുത്തത് കുഴപ്പമായല്ലോ. ഒടുക്കത്തെ കപ്പാസിറ്റിയാ. ഇതിപ്പോ നമുക്ക് കഴിക്കാൻ കിട്ടില്ലല്ലോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ജീവിതം ഒരു വസന്ത എൻ്റെ മക്കളെ. പ്രത്യേകിച്ച് മനസ്സറിഞ്ഞ് പെരുമാറുന്നൊരു ഭാര്യ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ. ഇതോടാ ഓഫാകും വണ്ടി. ഹായ്, ചെമ്പാശ്ശേരി എത്തിയല്ലോ. തങ്കഭസ്മ കുരിയിട്ട തമ്പുരാട്ടീനിന്റെ പൂജ. അയ്യോ അയ്യോ. മൈ ഡിയർ പൂജക്കുട്ടി, ഐ ലവ് യു മൈ പൂജക്കുട്ടി. നമുക്കൊരു ഡാൻസ് കളിച്ചല്ലോ. ഇങ്ങനെ കറങ്ങി 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 എങ്ങനെയുണ്ട്? താൻ കുടിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ല. എന്നോട് കള്ളം പറഞ്ഞാലുണ്ടല്ലോ. നേര് പറയടോ, താൻ കുടിച്ചിട്ടുണ്ടോ? സത്യം പറയടോ. ലേശം. അത് ശരി. അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാക്കാൻ ഉദ്ദേശല്ലേ? താനിത് എന്തുദ്ദേശിച്ചാ? താനിതെന്തൊക്കെയാ പറയുന്നത്? അനാവശ്യം. ഞാൻ വിചാരിച്ചത് താൻ ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പീഡിൽ എടുക്കാന്ന്. ഏത് കള്ളുടിക്കുന്നോ? ഞാൻ അത്രയ്ക്ക് ഫോർവേഡൊന്നും അല്ല. മദ്യപിച്ച് മതോന്മത്തനായി ഒരു കുടുംബം തകർത്ത എന്റെ അച്ഛന്റെ ദുരന്തം കണ്ടവളാ ഞാൻ. അയ്യോ, എന്റെ അമ്മയുടെ കണ്ണിലൂടെ കണ്ണീരിന് പകരം ചോരൊഴുകുന്നത് കണ്ടതാ. ചോര? എന്റെ പൂജ, താൻ ഇതൊക്കെ എന്തിനാ എന്നോട് പറയണത്?
ഞാനങ്ങനെ വലിയ കള്ളുകൂടിയൊന്നും അല്ലല്ലോ. പിന്നെ ഒരു ഗെറ്റ് ടുഗദർ ആയിരുന്നു. ഫ്രണ്ട്സ് എല്ലാം കൂടെ നിർബന്ധിച്ചപ്പോ അബദ്ധം പറ്റി ഒരെണ്ണം. ഇങ്ങനെയാ എല്ലാ മദ്യപാനികളുടെയും തുടക്കം. പിന്നെ അതങ്ങ് ശീലമായിക്കോളും. അങ്ങനെ പറഞ്ഞ പോയാ പൂജ ഞാനും വരുന്നു, എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. എന്റെ പൂജ, താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ തകർന്നു പോവും. ഇതിൽ കൂടുതൽ ഇനി എന്ത് തകരാനാ? ഞാൻ സ്നേഹിച്ച ആദ്യം ഇങ്ങനൊന്നും ആയിരുന്നില്ല. പിന്നെ എങ്ങനെയായിരുന്നു? എന്നോട് ഒരുപാട് കൊഞ്ചാനും കൊഴയാനൊന്നും ഇയാള് വരണ്ട. നാണമല്ല ആദ്യം തനിക്ക് ഇങ്ങനെ കുടിച്ചു കൂത്താടി എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. ആര് കുടിച്ചു? ആര് കൂത്താടി? നിന്റെ മുന്നിൽ എനിക്ക് എന്ത് നാണാ പൂജേ. തൊട്ടൂര് തന്നെ. നീ ഇങ്ങനെ ചൂടാവല്ലേ, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്കൊന്നും കേക്കണ്ട. വെള്ളം ഒടിച്ച് വണ്ടി ഓടിച്ച് വല്ലതും പറ്റിപ്പോയാ ആര് സമാധാനം പറയും? മുത്തശ്ശി മാത്രല്ല, എല്ലാരും കേക്കട്ടെ, അറിയട്ടെ ചെമ്പകശ്ശേരിയിൽ ആദിത്യന്റെ ഗുണഗണങ്ങൾ. താൻ എന്തിനാണോ ഇങ്ങനെ ടിപ്പിക്കൽ ഭാര്യമാരെ പോലെ സംസാരിക്കുന്നത്? ഞാനൊരു ടിപ്പിക്കൽ ഭാര്യ ആയതുകൊണ്ട് ഇനി താനിത് ആവർത്തിച്ച ഞാൻ കളഞ്ഞിട്ടെന്റെ പാട്ടിന് പോവും. അങ്ങനെ തന്നെ വേണം. പിന്നെ അനുസരണമില്ലാത്ത ഭർത്താക്കന്മാരുടെ പിന്നെ എന്ത് വേണം? കളഞ്ഞിട്ട് പോണം മോളെ. ആ സെക്കൻഡിൽ കളഞ്ഞിട്ട് പോണം. എടോ ഞാൻ നിന്റെ കൂടെ ഉണ്ടോ? ഞാൻ പറഞ്ഞു എന്നോട് കൂടുതൽ പുനരൊന്നും വേണ്ടെന്ന്. തന്നോട് മാറുന്നേ. എന്താന്ന്? മാറി നിക്കണോ? ഇനി താനിത് ആവർത്തിക്കോ? ഇല്ല. ആവർത്തിക്കോന്ന്? അയ്യോ ഇല്ലേ. ഉറപ്പാണോ? അയ്യോ ഉറപ്പാണ്. താൻ പറയാറാ ഞാനീ മദ്യപിക്കും. എന്തോന്ന്? അല്ല ഞാനീ മദ്യപിക്കില്ലാന്ന്. അതിനു മുമ്പ് എന്തോ പറഞ്ഞല്ലോ? അതിനു മുമ്പ് ഞാൻ പറഞ്ഞു? ഞാൻ പറയാതെ താൻ മദ്യപിക്കില്ലെന്നോ? ആര് പറഞ്ഞു? എപ്പോ പറഞ്ഞു? ആര് പറഞ്ഞാലും എപ്പോ പറഞ്ഞാലും ശരി, ഇനി തന്നെ ഈ കോലത്തെ ഞാൻ കണ്ട സത്യമായിട്ടും ആദി തന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. കുളിച്ചിട്ട് വേണം. അയ്യോ ഞാൻ ചെണ്ടയാ. പിന്നെ ഇവിടെ മറ്റുള്ളവരെ അറിയിച്ചെന്റെ വില കളയരുത്. തന്റെ അല്ലേ? പിന്നെ ഭർത്താവ് കൈവിട്ടു പോയ ഭാര്യയുടെ വിലയല്ലേ പോകുന്നത്? അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഓക്കെ ഡൺ. എവിനും പോയി. ഓ അങ്ങനെയാണല്ലേ. ഓക്കെ, ഭർത്താവിന് ഡീസൻ്റ് ആയിരിക്കും. ഡീസൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീസൻ്റ്. നന്നാവാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങോട്ടല്ലോ ഇങ്ങോട്ടല്ലോ. എന്തുവാടെ? ഒരു മധുര കിനാവിൻ ലഹരിയിലെങ്ങ് കുടമുല്ലപ്പൂ വിരിഞ്ഞു.